ഹായ്, എല്ലാവർക്കും നമസ്കാരം. നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള യൂണിറ്റാണ് സൊസൈറ്റീസ് ആൻഡ് സോഷ്യൽ ചേഞ്ചസ്. സമൂഹവും സാമൂഹ്യപരമായിട്ടുള്ള മാറ്റങ്ങളും എങ്ങനെയാണ് വരുന്നതെന്ന് ഒന്നാമത്തെ ബ്ലോക്കിലെ 4ാമത്തെ യൂണിറ്റാണിത്, സൊസൈറ്റീസ് ആൻഡ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത്. എന്താണ് സോഷ്യൽ ചേഞ്ച്? സോഷ്യൽ ചേഞ്ച് നമുക്ക് അറിയാം അല്ലേ, സമൂഹത്തിലുണ്ടാകുന്ന മാറ്റത്തിനെയാണ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത്. Societies undergo significant alterations in their structures, values, beliefs and behaviors over time. അതായത് കാലഘട്ടത്തിനനുസരിച്ച് സമൂഹത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ്. അതിലെന്തിനൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവാം? സ്ട്രക്ചറിൽ, ഘടനയിൽ മാറ്റങ്ങൾ ഉണ്ടാവാം, മൂല്യത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാം, വിശ്വാസത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാം, ആൻഡ് ബിഹേവിയർ, സ്വഭാവത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാം. അപ്പം കാലഘട്ടത്തിനനുസരിച്ച് സമൂഹത്തിൽ, വിശ്വാസത്തിൽ, സ്ട്രക്ചറിൽ, ഘടനയിൽ, അതുപോലെ മൂല്യങ്ങളിൽ തുടങ്ങിയവരൊക്കെ ഉണ്ടാകും മാറ്റങ്ങളെയാണ് സോഷ്യൽ ചേഞ്ച് എന്നുള്ളത് കൊണ്ട് പറയുന്നത്. ഇനി സോഷ്യൽ ചേഞ്ച് എങ്ങനെയൊക്കെ സംഭവിക്കാം? സാമൂഹിക മാറ്റം എന്ന് പറയുന്നത് ഒരു വ്യക്തിയിൽ നിന്ന് തുടങ്ങി ഒരു ആഗോളകരമായിട്ടൊരു സമൂഹത്തിനെ അല്ലെങ്കിൽ ലോകത്തിൽ തന്നെ മൊത്തത്തിൽ മാറ്റുന്ന രീതിയിൽ മാറ്റങ്ങൾ ഉണ്ടാകാം. അപ്പോൾ ഇൻഡിവിജ്വൽ ബിഹേവിയർ, ഒരു വ്യക്തിയുടെ സ്വഭാവത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ ലെവലാണ് സോഷ്യൽ ചേഞ്ചിൻ്റെ. അതേസമയം ഒരു സൊസൈറ്റിനെ മൊത്തം മാറ്റുന്ന രീതിയിലുള്ള മാറ്റങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതെന്താണ്? അതൊരു മാക്രോ ലെവലാണ്. ഒരു ഗ്ലോബൽ ചേഞ്ച് എന്ന് പറയുന്ന ഒരു മാക്രോ ലെവലാണ്. അപ്പോൾ അത്തരത്തിലുള്ള മാറ്റങ്ങൾ വരെ സമൂഹത്തിൽ ഉണ്ടാവാം. ഇനി ഈ സോഷ്യൽ ചേഞ്ച്, സാമൂഹിക മാറ്റത്തിന് ബോത്ത് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ട്. പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? സമൂഹത്തിന് മാറ്റം ഉണ്ടായിട്ടുള്ള പോസിറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറഞ്ഞാൽ കൂടുതൽ ഫ്രീഡം, സ്വാതന്ത്ര്യം കിട്ടി, നീതി, ലോ ആൻഡ് സിസ്റ്റം അതൊക്കെ കൂടുതൽ ഉണ്ടായി വന്നു, തുല്യത പണ്ടത്തേക്കാൾ കൂടി വന്നു, ഇങ്ങനത്തെ മാറ്റങ്ങൾ ഉണ്ടായപ്പോൾ. അതേസമയം നെഗറ്റീവായിട്ട് പറയുമ്പോൾ എന്താണ്? മറ്റ് പല രീതിയിലുള്ള സമത്വമില്ലായ്മ വന്നു. ദെൻ ആളുകൾ തമ്മിൽ കോൺഫ്ലിക്റ്റ്, സൊസൈറ്റി തമ്മിലുള്ള തർക്കങ്ങളും തല്ലുകളൊക്കെ കൂടി വന്നു. സമൂഹം കൂടുതൽ പേഷ്യൻസ്, ക്ഷമയില്ലാത്തൊരു സൊസൈറ്റി വന്നു. അങ്ങനത്തെ ഒരുപാട് മാറ്റങ്ങളും ഉണ്ടായിട്ടില്ല. അപ്പോൾ നെഗറ്റീവായിട്ടുള്ള മാറ്റങ്ങളും ഉണ്ടാകാം. അപ്പോൾ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവായിട്ട് മാറ്റങ്ങൾ ഉണ്ടാകാം. ഇനി ഈ സോഷ്യൽ ചേഞ്ചിൻ്റെ, സാമൂഹ്യ മാറ്റത്തിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ്? അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് നോക്കാം. ഒന്ന്, സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് യൂണിവേഴ്സൽ ഫിനോമിനയാണ്. ഇറ്റ്സ് എ യൂണിവേഴ്സൽ ഫിനോമിന ദാറ്റ് എഫക്ട്സ് ഓൾ സൊസൈറ്റി. എല്ലാ സമൂഹത്തിനെയും എല്ലാ സൊസൈറ്റീനെയും ബാധിക്കാവുന്ന രീതിയിലുള്ള ഒരു ആഗോളമായിട്ടുള്ള ഒരു ഫിനോമിന, ഒരു പ്രോസസ്സാണ്, ഒരു പ്രക്രിയയാണ് എന്തെന്ന് പറയുന്നത് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ സോഷ്യൽ ചേഞ്ച് ഒക്കേഴ്സ് ഓൺ എ സൊസൈറ്റി ഓർ കമ്മ്യൂണിറ്റി വൈഡ് ലെവൽ rather than just within small groups or individual. ഒരു ചെറിയ വിഭാഗത്തിൻ്റെയോ ഒരു വ്യക്തിയുടെയോ ഇടയ്ക്ക് ഉണ്ടാകുന്ന മാറ്റമല്ല സോഷ്യൽ ചേഞ്ച് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പകരം ഒരു കമ്മ്യൂണിറ്റീനെ, ഒരു വംശത്തിനെ തന്നെ മാറ്റാൻ അല്ലെങ്കിൽ ഒരു സൊസൈറ്റീനെ തന്നെ മാറ്റാൻ സാധിക്കുന്നതിനെയാണ് സോഷ്യൽ ചേഞ്ച് എന്നുള്ളത് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ദെൻ സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് നോട്ട് യൂണിഫോം. എല്ലാ സൊസൈറ്റിയിലും എല്ലാ സമൂഹത്തിലും ഒരുപോലെ നടക്കുന്ന ഒന്നല്ല എന്തെന്ന് പറയുന്നത് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത്. കാലഘട്ടത്തിനനുസരിച്ച്, പ്രകൃതിദത്തമായിട്ടുള്ള മാറ്റങ്ങൾക്കനുസരിച്ച് ഒക്കെ സോഷ്യൽ ചേഞ്ച് വ്യത്യസ്തമായിട്ട് വരാം. ദെൻ സോഷ്യൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഫണ്ടമെൻ്റൽ ലോ ഓഫ് നാച്ചറാണ്. ഇപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. സോഷ്യൽ ചേഞ്ച് ഇസ് എ ഫണ്ടമെൻ്റൽ ലോ ഓഫ് നാച്ചർ. പ്രകൃതിയുടെ പ്രഥമമായിട്ടുള്ള നിയമമാണ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഒരു മാറ്റം ഉണ്ടായിരിക്കുക എന്ന് പറയുന്നത് പ്രഥമമായിട്ടുള്ള ഒന്നാണ്. ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ ടു ആക്യുറേറ്റ്ലി പ്രെഡിക്റ്റ് സ്പെസിഫിക് സോഷ്യൽ ചേഞ്ചസ്. ചില സോഷ്യൽ ചേഞ്ചസ്, ചില സാമൂഹിക മാറ്റങ്ങൾ നമുക്ക് മുൻകൂട്ടി പ്രെഡിക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കില്ല വരിക. അപ്പോൾ നമ്മൾ പ്രെഡിക്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലല്ല പല സാമൂഹിക മാറ്റങ്ങളും വരിക എന്ന്. സോഷ്യൽ ചേഞ്ചസ് often follows a chain reaction sequence where one change leads to another.
പല സോഷ്യൽ ചേഞ്ചസും പല സാമൂഹികമായ മാറ്റങ്ങളും ഒരു ചെയിൻ പോലെയാണ്, ചെയിൻ റിയാക്ഷൻ പോലെയാണ്, ഒന്നിനോട് ചേർന്ന് നിന്നുകൊണ്ട് മറ്റത്, അങ്ങനെ ഒരു ചെയിൻ റിയാക്ഷൻ ആയിട്ടാണ് വരിക. അതിന് ഉദാഹരണമായിട്ട് നമുക്ക് യൂറോപ്പിലെ എന്താ പറയുക റിഫോർമേഷൻ കാലഘട്ടം എടുക്കാം. റിഫോർമേഷൻ ഉണ്ടായി, അതിന് മുമ്പേ റിഫോർമേഷൻ, എൻലൈറ്റ്മെൻറ്റ്, അങ്ങനെ ഒരു ഘട്ടം ഘട്ടമായിട്ടുള്ള മാറ്റങ്ങളാണ് പലയിടത്തും ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലുള്ളൊരു ചെയിൻ റിയാക്ഷനായിട്ട് പല മാറ്റങ്ങളും വരുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദെൻ മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഇൻട്രാക്ട് ടു ബ്രിങ് അബൌട്ട് സോഷ്യൽ ചേഞ്ചസ്. ഒരൊറ്റ കാരണമായിരിക്കില്ല പലപ്പോഴും സോഷ്യൽ ചേഞ്ചിന് കാരണമാകുക, ഒന്നിൽ കൂടുതൽ കാരണങ്ങളും പലപ്പോഴും സോഷ്യൽ ചേഞ്ചിന് വരാം. Then social changes generally involve the modification or replacement of existing social structure. സോഷ്യൽ ചേഞ്ചിൽ, സാമൂഹിക മാറ്റത്തിൽ ഒരു പ്രധാനപ്പെട്ട ക്യാരക്ടറിസ്റ്റിക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിലനിൽക്കുന്ന ഒരു വ്യവസ്ഥിതിനെ അത് മാറ്റിയിട്ടുണ്ടാകുമെന്നാണ്. നിലനിൽക്കുന്ന ഒന്നിനെ മാറ്റിയാലല്ലേ പുതിയൊരു മാറ്റം വന്നു എന്ന് പറയാൻ പറ്റൂ. ഒരു സംഭവം അതുപോലെ നിലനിന്ന് പോവുകയാണെങ്കിൽ മാറ്റം വന്നു നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഏതെങ്കിലും ഒരു വ്യവസ്ഥിതിനെ മാറ്റിയിട്ടാണ് സോഷ്യൽ ചേഞ്ച്, സാമൂഹിക മാറ്റം വന്നിട്ടുണ്ടായിരിക്കുക. അതാണ് ക്യാരക്ടറിസ്റ്റ്. അപ്പോൾ എന്തൊക്കെയാണ്? യൂണിവേഴ്സലാണ്, സൊസൈറ്റി ഒരു കമ്മ്യൂണിറ്റി വൈഡ് ലെവൽ ചേഞ്ച് ആണ് ഉദ്ദേശിക്കുന്നത്. നോട്ട് യൂണിഫോം, ദ ഫണ്ടമെൻ്റൽ ലോ ഓഫ് നേച്ചർ, നോട്ട് ആക്യുറേറ്റ്ലി പ്രെഡിക്റ്റ്, ദെൻ ഇറ്റ്സ് എ ചെയിൻ റിയാക്ഷൻ, മൾട്ടിപ്പിൾ ഫാക്ടേഴ്സ് ഇൻക്ലൂഡഡ് or interacted in this, then generally involved the modification or replacement of existing social structure. ഇത്രയാണ് എൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ട് പറയുന്നത്. ഇനി സോഷ്യൽ ചേഞ്ചിൻ്റെ കോസസ് എന്തൊക്കെയായിരിക്കാം? സോഷ്യൽ ചേഞ്ച്, സാമൂഹിക മാറ്റങ്ങൾ കൊണ്ട് ഉണ്ടായിട്ടുണ്ടാവുക, അതിൻ്റെ കാരണങ്ങൾ, അതിൻ്റെ എന്തൊക്കെയായിരിക്കും മാറ്റങ്ങളായിട്ട് വന്നിട്ടുണ്ടാവുക? ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ്സ് ഉണ്ട്, ടെക്നോളജി, എക്കണോമിക് ഉണ്ട്, പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ് ഉണ്ട്, ഡെമോഗ്രഫിക് ഷിഫ്റ്റുകളുണ്ട്, എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ. ഇത്രയും കാര്യങ്ങൾ എന്തായിട്ട് കോസസ് ഓഫ് സോഷ്യൽ ചേഞ്ചസ് ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കും. ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ, ടെക്നോളജി എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ, സാങ്കേതിക വിദ്യയെക്കുറിച്ചാണ് പറയുന്നത്. സാങ്കേതിക വിദ്യയുടെ മാറ്റം എന്ന് പറയുന്നത് സമൂഹത്തിൻ്റെ ഘടനയെയും സ്വഭാവ സവിശേഷതകളെയൊക്കെ മാറ്റിയിട്ടുള്ള ഒന്നാണ് ടെക്നോളജിയുടെ അഡ്വാൻസ്മെൻ്റ് എന്ന് പറയുന്നത്. ഈ ടെക്നോളജിയുടെ, സാങ്കേതിക വിദ്യയുടെ മാറ്റം എന്ന് പറയുന്നത് എവിടേക്കാണ് കൂടുതൽ പ്രതിഫലിച്ചിട്ടുണ്ടാവുക? കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ, അതുപോലെ തന്നെ ട്രാൻസ്പോർട്ടേഷൻ മേഖലയിൽ, പിന്നെ നമ്മുടെ ഇൻഡസ്ട്രി മേഖലകൾ, ഇതിവിടെയൊക്കെ സ്വാധീനിച്ചിട്ടുള്ള ഒന്നാണ് ടെക്നോളജി എന്ന് പറയുന്നത്. ഈ ടെക്നോളജിയുടെ മാറ്റം എന്ന് പറയുന്നത് ഒരേ സമയം പുതിയ ഓപ്പർച്യൂണിറ്റീസ് നൽകി, പുതിയ തൊഴിലുകൾ നൽകി, പുതിയ തൊഴിൽ സാധ്യതകൾ നൽകി, അങ്ങനത്തെ ഒരുപാട് മാറ്റങ്ങൾ പോസിറ്റീവായിട്ട് നൽകിയിട്ടുള്ള ഒന്നാണ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് എന്ന് പറയുന്നത്. അതേസമയം പെട്ടെന്നുണ്ടായിട്ടുള്ള ഈ ടെക്നോളജിക്കൽ ഷിഫ്റ്റ്, ഇപ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ എഡ്യൂക്കേഷൻ മേഖലയിൽ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോംസ്, അതുപോലെ തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ അങ്ങനത്തെ ക്ലാസ്സുകൾ എടുക്കൽ, ഇതൊക്കെ ചില അധ്യാപകർക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാക്കുകയും ജോലി സാധ്യത ഇല്ലാതാക്കുകയും ചെയ്യുന്ന ഒന്നായിട്ട് മാറി. അപ്പോൾ അവർ യൂസ്ഡ് ആയിട്ട് വന്നിട്ടുള്ള ഒന്നായിരുന്നില്ല, അതിൽ നിന്ന് മാറ്റം വന്നപ്പോൾ പെട്ടെന്ന് പല തൊഴിൽ മേഖലയെയും നെഗറ്റീവായിട്ടും ബാധിച്ചിട്ടുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ ടെക്നോളജിയുടെ മറ്റൊരു ഗുണം എന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഉണ്ടായി, ആ വഴി കുറേ ജോബ് ഓപ്പർച്യൂണിറ്റീസ്, കൂടുതൽ കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ്, ഒരു ഗ്ലോബലൈസേഷൻ്റെ ഭാഗം, ആഗോളവൽക്കരണം എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രോസസ്സിനാണ് ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഉണ്ടാക്കിയത്. ദെൻ അടുത്തൊരു ഫാക്ടർ കോസാണ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. സാമ്പത്തികമായിട്ടുള്ള മാറ്റങ്ങളും ഇതുപോലെ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ് ഇമ്പാക്റ്റുകൾ ഉണ്ടായിട്ടുണ്ട്. അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത്, ഈ സ്വത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വെൽത്ത് എന്ന് പറയുന്നത് തുല്യതയില്ലാതെ വിതരണം ചെയ്യുന്നതൊക്കെ ഈ ഒരു ഇതിൻ്റെ സോഷ്യൽ ചേഞ്ച് നെഗറ്റീവായിട്ടുള്ള സാമൂഹിക മാറ്റങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതേസമയം പുതിയ ജോബുകൾ ഉണ്ടാവുക, പുതിയ തൊഴിൽശാലകൾ ഉണ്ടാവുക, പുതിയ തരം തൊഴിലുകൾ ഉണ്ടാവുന്നത് വഴി പുതിയ എഡ്യൂക്കേഷൻ സിസ്റ്റം വരിക, ഇതൊക്കെ എന്താകുന്നത് പോസിറ്റീവായിട്ടും വരുന്നുണ്ട്. അതേസമയം ഡിസ്ട്രിബ്യൂഷൻ കൃത്യമല്ലാതെ വെൽത്ത് കൃത്യമല്ലാതെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ അത് നെഗറ്റീവായിട്ടും ബാധിക്കുന്നുണ്ട്. എക്കണോമിക് ഇൻഈക്വാലിറ്റി പലപ്പോഴും സോഷ്യൽ ചേഞ്ചസിന് കാരണമാകുന്നുണ്ട്. ദെൻ പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ്, സാമൂഹിക മാറ്റത്തിൻ്റെ ഒരു കോസാണ് പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ് എന്ന് പറയുന്നത്. അതായത് പല ഗവൺമെൻറ് പോളിസീസ് അങ്ങനെയൊക്കെ വരുന്നത്, ഗവൺമെൻറ് ഇടപെടലുകൾ, ഇതൊക്കെ സോഷ്യൽ ചേഞ്ച്, സാമൂഹ്യ മാറ്റത്തിന് കാരണമാകുന്നുണ്ട്. ആളുകൾക്ക് കൂടുതൽ അവസരങ്ങൾ നൽകുന്നത് പലപ്പോഴും
സാമൂഹികപരമായിട്ടുള്ള മൂവ്മെൻറ്റ്സ്, പ്രൊട്ടസ്റ്റ്, ഇതൊക്കെ എന്താണ് സോഷ്യൽ ചേഞ്ചിന് കാരണമാകുന്നുണ്ട്. പല തീരുമാനങ്ങൾക്കുമെതിരെ ആളുകൾ കൂട്ടമായി നിന്നുകൊണ്ട് പ്രതികരിക്കുകയൊക്കെ ചെയ്യുമ്പോൾ എന്താണ് അവിടെ സാമൂഹികപരമായിട്ടുള്ള മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഗവൺമെൻറ് തന്നെ ഇനീഷ്യേറ്റീവ് എടുത്തുകൊണ്ട് പല നിയമങ്ങൾ കൊണ്ടുവരിക, അതൊക്കെ എന്താണ് സാമൂഹിക മാറ്റത്തിന് കാരണം. പൊളിറ്റിക്കൽ മൂവ്മെൻറ്റ്സ് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ഇൻവോൾവ്മെൻറ്റ് പലപ്പോഴും സോഷ്യൽ ചേഞ്ചിൻ്റെ കോസസ് ആണ്. ദെൻ ഡെമോഗ്രഫിക് ഷിഫ്റ്റ്. ഡെമോഗ്രഫി എന്ന് പറഞ്ഞാൽ എന്താണ് പോപ്പുലേഷനുമായി ബന്ധപ്പെട്ട്, ജനസംഖ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് അല്ലേ. ഇപ്പോൾ ഓരോ കാലഘട്ടത്തിലെയും ജനസംഖ്യ കൂടി വരുന്നത്, അതുപോലെ തന്നെ ജനസംഖ്യ തീരെ ഇല്ലാതാവുന്നതും ഒക്കെയും ആ ഒരു സമൂഹത്തിൻ്റെ മാറ്റത്തിന് കാരണമാകുന്നുണ്ട്. അതുപോലെ തന്നെ ഡെമോഗ്രഫിയെ കുറിച്ച് പറയുമ്പോൾ ഏജ്, ഇപ്പോൾ ഒരു സൊസൈറ്റിയിൽ കൂടുതൽ ചെറുപ്പക്കാർ വരുന്നൊരു സ്ഥിതി ഉണ്ടാവുകയാണെങ്കിൽ, തൊഴിലിടങ്ങളിൽ ചെറുപ്പക്കാർ വരുന്ന സ്ഥിതി, അതായത് ഒരു രാജ്യത്ത് കൂടുതൽ ചെറുപ്പക്കാരേക്കാൾ കൂടുതൽ കുട്ടികളും വളരെ പ്രായമായിട്ടുള്ള ആൾക്കാരും കൂടി വരികയാണെങ്കിൽ എന്താവാണ് അവിടെ പലപ്പോഴും തൊഴിലെടുക്കാൻ ആളുകളില്ലാത്ത അവസ്ഥ വരുന്ന സ്ഥിതിയുണ്ട്. അങ്ങനത്തെ കുറേ പ്രശ്നങ്ങൾ ഡെമോഗ്രഫിയുമായിട്ട് ബന്ധപ്പെടുന്നുണ്ട്. ഡെമോഗ്രഫിയുമായിട്ട് ബന്ധപ്പെടുന്ന മറ്റൊരു പ്രശ്നമാണ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്, കുടിയേറ്റം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ആൾക്കാരുടെ കുടിയേറ്റം എന്ന് പറയുന്നത്, മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഇപ്പോൾ മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ളവർ യുദ്ധം കാരണം അല്ലെങ്കിൽ പല രീതിയിലുള്ള സാമ്പത്തികമായിട്ടുള്ള പോരായ്മകൾ കാരണം വേറൊരു രാജ്യത്തേക്ക് കുടിയേറുമ്പോൾ ആ രാജ്യത്തുള്ളവർക്ക് എന്താണ് പലപ്പോഴും പേടിയുണ്ടാവാം, തങ്ങളുടെ നാച്ചുറൽ റിസോഴ്സസ്, തങ്ങളുടെ സ്വത്ത് എല്ലാം ഈ കുടിയേറി വരുന്നവർ അപഹരിക്കുക. അതിൻ്റെ പേരിൽ ഒരുപാട് സാമൂഹികപരമായിട്ടുള്ള തർക്കങ്ങൾ, പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പോൾ അത്തരത്തിലുള്ള ഡെമോഗ്രഫിക് ആയിട്ടുള്ള മാറ്റങ്ങൾ, ജനസംഖ്യയുമായി ബന്ധപ്പെടുന്ന ഏജ്, മൈഗ്രേഷൻ തുടങ്ങിയവയെല്ലാം പല രീതിയിലുള്ള സോഷ്യൽ ചേഞ്ചസ്, മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. ദെൻ എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സ്, പ്രകൃതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ് എൻവയോൺമെൻറ്റൽ ഫാക്ടേഴ്സിൽ വരിക? ഇപ്പോൾ എൻവയോൺമെൻറ്റൽ ഡിസാസ്റ്റേഴ്സ് തന്നെ, പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഒരു മാറ്റം, സാമൂഹിക മാറ്റം വരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമുക്ക് ഉദാഹരണം എടുക്കാം, പ്രളയം വന്നു അല്ലേ, 2018 പ്രളയം വന്നപ്പോൾ, പെട്ടെന്ന് പ്രളയം വന്നപ്പോൾ എന്താ ഉണ്ടാവുന്നത്, സാഹചര്യങ്ങളിൽ ഒരുപാട് മാറ്റം വരുന്നുണ്ട് അല്ലേ. അപ്പോൾ അതിനുശേഷം ആളുകൾ കൂടുതൽ എന്താണ് ഇനി പ്രളയം വന്നേക്കാം എന്ന രീതിയിൽ ഉള്ള പുതിയ തരം വീടുകൾ അല്ലെങ്കിൽ വീട് നിർമ്മാണം നടത്തുമ്പോൾ തന്നെ അതിൽ കൂടുതൽ ശ്രദ്ധിക്കുന്ന ഒരു സ്ഥിതിയൊക്കെ വരുന്നുണ്ട്. അത്തരത്തിലുള്ള ഫാക്ടേഴ്സ്, പ്രകൃതിയുമായി ബന്ധപ്പെട്ടുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് വഴിയിട്ട് ഒരുപാട് സോഷ്യൽ ചേഞ്ചസ് ഉണ്ടാവുന്നു. ദെൻ കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ, സാംസ്കാരികപരമായിട്ടുള്ള മാറ്റങ്ങൾ. സംസ്കാരം എന്ന് പറയുന്നത് എന്താണ്, അത് ഓരോ സൊസൈറ്റിക്കും ഉണ്ടായിരിക്കുന്ന അവിടെ നിലനിൽക്കുന്ന എൻവയോൺമെൻറ്റിൻ്റെ, പൊളിറ്റിക്സിൻ്റെ, അങ്ങനത്തെ ഒരുപാട് ഘടനകൾ കൊണ്ടാണ് ഓരോ നാട്ടിലും ഓരോ സംസ്കാരങ്ങൾ രൂപീകരിച്ചു വരുന്നത്. ഇനി ഈ കൾച്ചർ എന്ന് പറയുന്നത് അൺറിട്ടൺ റൂൾസ് ആണ്, എവിടെയും എഴുതി വെക്കപ്പെട്ട നിയമങ്ങളോ ഒന്നുമല്ല. അതെന്ന് വെച്ചാൽ ഒരാളുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിൻ്റെ തന്നെ ഭാഗമായിട്ടുള്ള ഒന്നാണ് ഈ കൾച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ വരുന്ന മാറ്റം, അതായത് പണ്ടുണ്ടായിരുന്ന പല ഇതിൽ നിന്നും മാറി ചിന്തിക്കുന്ന, ഇപ്പോൾ ജെൻഡർ ഈക്വാലിറ്റി തുടങ്ങിയ വിഷയങ്ങളൊക്കെ വരുമ്പോൾ അതൊക്കെ വലിയ സോഷ്യൽ ചേഞ്ചസ് വരുത്തിയിട്ടുള്ളതാണ് കൾച്ചറൽ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയാണ് ഫാക്ടേഴ്സ്, കോസസ് ഓഫ് സോഷ്യൽ ചേഞ്ച് നമുക്ക് പറയാനുള്ളത്. അടുത്തതാണ് തിയറീസ് ഓഫ് സോഷ്യൽ ചേഞ്ച്. ഈ സാമൂഹിക മാറ്റവുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള തിയറീസ് ഉണ്ട്. അതിൽ ഓരോ തിയറികളായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആദ്യത്തെ തിയറിയാണ് ഇവല്യൂഷണറി തിയറി ഓഫ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത്. എന്താണ് ഇവല്യൂഷണറി തിയറി ഓഫ് സോഷ്യൽ ചേഞ്ച്? ഈ ഇവല്യൂഷണറി തിയറിയിൽ പറയുന്നത് സൊസൈറ്റീസ് ഡെവലപ്പ് ആൻഡ് ചേഞ്ച് ഓവർ ടൈം. കാലഘട്ടത്തിനനുസരിച്ച് സമൂഹത്തിൽ മാറ്റങ്ങളും പുരോഗമനവും ഉണ്ടാവും എന്നാണ് പറയുന്നത്. ഈ ഒരു ഇവല്യൂഷണറി തിയറിയിൽ തന്നെ പ്രധാനപ്പെട്ട 3 ഫോമുകളുണ്ട്, 3 തിയറികളായിട്ട് വരുന്നുണ്ട്. അതിൽ ഒന്നാമത്തെയാണ് ലീനിയർ ഓർ അൺലീനിയർ ഇവല്യൂഷൻ, രണ്ടാമത്തത് യൂണിവേഴ്സൽ ഇവല്യൂഷൻ, മൂന്നാമത്തത് മൾട്ടി ലീനിയർ ഇവല്യൂഷൻ. അങ്ങനെ 3 എണ്ണമായിട്ടാണ് ഈ ഇവല്യൂഷണറി തിയറി വരുന്നത്. അതിൽ ആദ്യത്തത് ലീനിയർ ഓർ യൂണിവേഴ്സൽ ഇവല്യൂഷൻ എന്ന് പറയുന്നത്, അത് പ്രകാരം സൊസൈറ്റീസ് ഡെവലപ്പ് ത്രൂ എ സീരീസ് ഓഫ് സ്റ്റേജസ് മൂവിങ് ഫ്രം സിമ്പിൾ ടു കോംപ്ലക്സ് ഫോം ഓഫ് ഓർഗനൈസേഷൻ. സൊസൈറ്റിയിലെ മാറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ അതൊരു ഒന്നിനു പുറകെ ഒന്നെന്ന രീതിയിൽ നിന്ന് ചെറുതിൽ നിന്ന് വലുതിലേക്കുള്ള മാറ്റമായിട്ടാണ് പറയുന്നത്. സീരീസ് ഓഫ് സ്റ്റേജസ് ആണ്, വിവിധങ്ങളായ ഘട്ടങ്ങളിലൂടെ കടന്നുപോയി ചെറുതിൽ നിന്ന് വലുതിലേക്ക് വരുന്ന മാറ്റമാണ് ലീനിയർ ഓർ അൺലീനിയർ ലീനിയർ ഓർ യൂണിലീനിയർ ഇവല്യൂഷൻ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്.
ദെൻ നെക്സ്റ്റ് ആണ് യൂണിവേഴ്സൽ ഇവല്യൂഷൻ, രണ്ടാമത് വരുന്നതാണ്. അതായത് ഈ ഇവല്യൂഷണറി തിയറിയിലെ രണ്ടാമത്തെ ഫോമാണ് യൂണിവേഴ്സൽ ഇവല്യൂഷൻ എന്ന് പറയുന്നത്. ഇത് ലീനിയർ ഓർ യൂണിലീനിയർ ഇവല്യൂഷൻ്റെ തന്നെ ഒരു കണ്ടിന്യൂഷൻ ആയിട്ടാണ് പറയുന്നത്. യൂണിവേഴ്സൽ ഇവല്യൂഷനിൽ പറയുന്നത് ദിസ് തിയറി സജസ്റ്റ് ദാറ്റ് സൊസൈറ്റീസ് ഇവോൾവ് ഇൻഡിപെൻഡൻ്റ്ലി വിത്ത് ഈച്ച് കൾച്ചർ ഡെവലപ്പിംഗ് എലോങ് ഇറ്റ്സ് യുണീക്ക് പാത്ത് ടു സിവിലൈസേഷൻ. അതായത് ഓരോ കൾച്ചറും ഒരു സിവിലൈസേഷന് വേണ്ടിയിട്ടുള്ള ഡെവലപ്മെൻ്റ് ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സൊസൈറ്റിയിലും വരുന്ന ഓരോ ചെറുതിൽ നിന്ന് വലുതിലേക്കുള്ള മാറ്റം എന്ന് ലീനിയർ ഓർ യൂണിലീനിയർ ഇവല്യൂഷൻ പറഞ്ഞപ്പോൾ, ഈ ചെറുതിൽ നിന്ന് വലുതിലേക്കുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ ഓരോ സൊസൈറ്റിക്കുള്ള സംസ്കാരം ഒരു നാഗരികതയായിട്ട് ഡെവലപ്പ് ചെയ്യുന്നതാണ് യൂണിവേഴ്സൽ ഇവല്യൂഷനിൽ പറയുന്നത്. ദെൻ മൾട്ടി ലീനിയർ ഇവല്യൂഷനാണ് പിന്നീട് വന്ന മോഡേൺ ആന്ത്രോപോളജിസ്റ്റുകൾ പലപ്പോഴായിട്ട് ഉയർത്തിപ്പിടിച്ചിട്ടുള്ളത് മൾട്ടി ലീനിയർ ഇവല്യൂഷനാണ്. ഈ തിയറി പ്രകാരം സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് പ്രോസസ് ദാറ്റ് ടേക്ക് പ്ലേസ് ഇൻ മെനി ഡിഫറെൻറ്റ് വേസ് ആൻഡ് ഡസ് നോട്ട് ഫോളോ ദ സെയിം ഡയറക്ഷൻ ഇൻ എവരി സൊസൈറ്റി. ഈ സോഷ്യൽ ചേഞ്ച് അല്ലെങ്കിൽ സാമൂഹിക മാറ്റം എന്ന് പറയുന്നത് ഓരോ സൊസൈറ്റിയിലും വ്യത്യസ്തമായിട്ടുള്ള ഒന്നാണ്. ഒരു സൊസൈറ്റിക്ക് വന്ന ചേഞ്ച് പോലെ ആയിരിക്കില്ല വേറൊരു സൊസൈറ്റിക്ക് വന്ന ചേഞ്ച്. അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു സൊസൈറ്റിയിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും മറ്റൊരു സൊസൈറ്റിയുടെ ചേഞ്ച് എന്നാണ് ഈ ഒരു മൾട്ടി ലീനിയർ ഇവല്യൂഷനിൽ പറയുന്നത്. അപ്പോൾ അതാണ് 3 ഫോമുകൾ, ഈ ഇവല്യൂഷണറി തിയറി ഓഫ് സോഷ്യൽ ചേഞ്ചിൻ്റെ 3 ഫോമുകൾ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു തിയറിയാണ് സൈക്ലിക്കൽ തിയറി എന്ന് പറയുന്നത്. സൈക്ലിക്കൽ തിയറി എന്ന് പറയുന്നത് സിമ്പിളാണ്. ഒരു സൈക്കിൾ പ്രോസസ്സിലൂടെയാണ് ഈ സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്നത് എല്ലാ സൊസൈറ്റിയിലും ഉണ്ടായിട്ടുള്ളത്. എല്ലാ സൊസൈറ്റിയിലും ഒരു സിമ്പിളായിട്ടുള്ള ഡെവലപ്മെൻറ്റ് പ്രോസസ്സും ഡിക്ലൈൻ പ്രോസസ്സും, ഡെവലപ്മെൻറ്റ് ബർത്ത് ആൻഡ് ഡെത്ത് എന്ന് പറയില്ലേ നമ്മൾ, മനുഷ്യൻ്റെ ജീവിതത്തിൽ ബർത്ത് ആൻഡ് ഡെത്ത് എങ്ങനെ സംഭവിക്കുന്നോ അതിൻ്റെ ഇടയ്ക്ക് ഒരു മനുഷ്യൻ ജനിച്ചു, വളർന്നു വരുന്നു, ഉയർച്ചകൾ ഉണ്ടാവുന്നു, താഴ്ചകൾ ഉണ്ടാവുന്നു, അങ്ങനെ താഴ്ചകൾ ഉണ്ടായതിൻ്റെ അവസാനം മരിക്കുന്നു. അങ്ങനെയാണ് ഒരു ബർത്ത് ആൻഡ് ഡെത്ത് പോലെ തന്നെയാണ് ഈ ഒരു സൊസൈറ്റിയുടെ ചേഞ്ച് എന്ന് പറയുന്നത്. അങ്ങനെയാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്തത്. അപ്പോൾ അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറയുന്നത് ദാറ്റ് സിവിലൈസേഷൻ ഗോ ത്രൂ എ റിപ്പീറ്റേറ്റീവ് പ്രോസസ് ഓഫ് ബർത്ത്, ഗ്രോത്ത്, മെച്യൂരിറ്റി, ഡിക്ലൈൻ ആൻഡ് ഡെത്ത് ഇൻ ദ സെയിം വേ ആസ് ലിവിങ് ബീയിങ്സ്. എല്ലാവരും ജീവിക്കുന്ന പോലെ തന്നെ ജനിക്കുന്നു, വളരുന്നു, ഒരു മെച്യൂരിറ്റി ഉണ്ടാവുന്നു, തകർച്ച ഉണ്ടാകുന്നു, മരിക്കുന്നു. ആ ഒരു പ്രോസസ്സിലൂടെയാണ് സൈക്ലിക്കൽ തിയറി പറഞ്ഞു പോകുന്നത്. അപ്പോൾ ഈ തിയറി പ്രകാരം ഒരു സൊസൈറ്റിക്ക് ഒരു കൾച്ചറൽ പീക്ക് ഉണ്ടായിരിക്കും. ഏതൊരു സൊസൈറ്റിയും സാംസ്കാരികപരമായിട്ടൊരു പീക്ക് സ്റ്റേജ് ഉണ്ടായിരിക്കും. ആ പീക്ക് സ്റ്റേജിൽ എത്തിയതിന് ശേഷമാണ് അവിടുന്ന് തകർച്ചയിലേക്ക് വരിക എന്നാണ് സൈക്ലിക്കൽ തിയറിയിൽ പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഒരു തിയറിയാണ് ഫങ്ഷണലിസ്റ്റ് തിയറി പ്രകാരം ഇതിനെ തന്നെ സ്ട്രക്ചറൽ ഫങ്ഷണലിസം എന്നും പറയുന്നുണ്ട്. ഇത് പറയുന്നത് സോഷ്യൽ ഓർഡർ ആൻഡ് സ്റ്റെബിലിറ്റി, ഒരു സൊസൈറ്റിക്ക് ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് സോഷ്യൽ ഓർഡറും സ്റ്റെബിലിറ്റിയുമാണ്. അപ്പോൾ എല്ലാ സൊസൈറ്റിയും ശ്രമിക്കുന്നത് ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള സുസ്ഥിരമായിട്ടുള്ള ഒരു സമൂഹത്തിനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ്. വേരിയസ് പാർട്സ് വർക്കിംഗ് ടുഗദർ ടു മെയിൻറ്റെയിൻ സ്റ്റെബിലിറ്റി ആൻഡ് ഓർഡർ. അപ്പോൾ ഈ ഒരു സ്റ്റെബിലിറ്റിയും ഓർഡറും നിലനിർത്താൻ വേണ്ടിയിട്ടാണ് എല്ലാ സൊസൈറ്റിയും പ്രവർത്തിക്കുന്നത്. പക്ഷേ ഈ സ്റ്റെബിലിറ്റിയും ഓർഡറും നിലനിർത്താൻ പറ്റാത്ത സാഹചര്യത്തിൽ എന്തുണ്ടാകുന്നു? പുതിയൊരു മാറ്റം ഉണ്ടാകുന്നു എന്നാണ് പറയുന്നത്. അതായത് ഈ സൊസൈറ്റിക്ക് വേണ്ടുന്ന സ്റ്റെബിലിറ്റി, ഓർഡർ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട്. കൾച്ചറൽ ഫാക്ടേഴ്സ് ഉണ്ട്, സോഷ്യൽ ഫാക്ടേഴ്സ് ഉണ്ട്, പൊളിറ്റിക്കൽ ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ ഈ സുസ്ഥിരമായിട്ടൊരു സൊസൈറ്റി നിലനിൽക്കാൻ വേണ്ടുന്ന ഫാക്ടേഴ്സിൽ ഏതെങ്കിലും ഒന്നിന് ഒരു തകർച്ച ഉണ്ടാകുമ്പോഴാണ് ഒരു സൊസൈറ്റി തകരുന്നത് അല്ലെങ്കിൽ സൊസൈറ്റിക്ക് മാറ്റം ഉണ്ടാകുന്നത് എന്നാണ് ഫങ്ഷണലിസ്റ്റ് തിയറി പ്രകാരം പറയുന്നത്. ഇനി ഇതിനെ തന്നെ ഈ ഒരു ഫങ്ഷണലിസ്റ്റ് തിയറിയിൽ തന്നെ എക്സ്റ്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്, ഇന്റേണൽ ഫാക്ടേഴ്സും ഉണ്ട്. അതായത് ഒരു സൊസൈറ്റിയുടെ സുസ്ഥിരമായ വികസനത്തിനെ ബാധിക്കുന്ന എക്സ്റ്റേണൽ ആൻഡ് ഇന്റേണൽ ഫാക്ടേഴ്സ്. അതിൽ എക്സ്റ്റേണൽ ഫാക്ടേഴ്സിലാണ് ഗ്ലോബലൈസേഷൻ, ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് തുടങ്ങിയവയൊക്കെ വരുന്നത്. ആഗോളവൽക്കരണം, എന്താ പറയുക, പിന്നെ ടെക്നോളജി, സാങ്കേതിക വിദ്യയുടെ പുരോഗമനം തുടങ്ങിയവയൊക്കെ വരുന്നത്. അതിൻ്റെ ഇന്റേണൽ ഫാക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? സോഷ്യൽ മൂവ്മെൻറ്റ്സ്, പൊളിറ്റിക്കൽ ചേഞ്ചസ്, അത് സമൂഹത്തിലുണ്ടാകുന്ന പലതരത്തിലുള്ള മൂവ്മെൻറ്റ്സ്, സാമൂഹ്യപരമായിട്ടുള്ള മുന്നേറ്റങ്ങൾ, ഈക്വാലിറ്റിക്ക് വേണ്ടിയുള്ള മുന്നേറ്റങ്ങൾ, ഇതൊക്കെയും ഇൻറ്റേർണൽ ഫാക്ടേഴ്സാണ്. അപ്പോൾ ഈ ബോത്ത് എക്സ്റ്റേണൽ ആൻഡ് ഇൻറ്റേർണൽ ഫാക്ടേഴ്സാണ് ഒരു സൊസൈറ്റിയുടെ ചേഞ്ചിനെ അല്ലെങ്കിൽ അതിൻ്റെ സ്റ്റെബിലിറ്റീനെ മുന്നോട്ട് കൊണ്ടുപോകാൻ സഹായിക്കുന്നത്. ദെൻ മറ്റൊരു തിയറിയാണ് കോൺഫ്ലിക്റ്റ് തിയറി എന്ന് പറയുന്നത്. കോൺഫ്ലിക്റ്റ് തിയറി എന്ന് പറഞ്ഞത് എന്താണ്?
അതായത് ഒരു സൊസൈറ്റിയിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ, സോഷ്യൽ ചേഞ്ച് ഉണ്ടാകാൻ കോൺഫ്ലിക്റ്റ് നിലനിൽക്കുമെന്നാണ് പറയുന്നത്. കോൺഫ്ലിക്റ്റ് ഈസ് നെസസറി ഫോർ എ ചേഞ്ച്. മാറ്റത്തിന് കോൺഫ്ലിക്റ്റ് നെസസറി ആണ് എന്നാണ് കോൺഫ്ലിക്റ്റ് തിയറിയിൽ പറയുന്നത്. ഇനി സോഷ്യൽ ചേഞ്ച് ഒക്കേഴ്സ് വെൻ ഡിഫറെൻറ്റ് ഗ്രൂപ്പ്സ് സ്ട്രഗിൾ ഫോർ പവേഴ്സ് ആൻഡ് റിസോഴ്സ്. അധികാരത്തിന് വേണ്ടിയിട്ടും സാമ്പത്തിക വ്യവസ്ഥിതിക്ക് വേണ്ടിയിട്ടും ആളുകൾ തമ്മിൽ അല്ലെങ്കിൽ സൊസൈറ്റികൾ തമ്മിൽ, ഗ്രൂപ്പുകൾ തമ്മിൽ തർക്കങ്ങൾ ഉണ്ടാകുമ്പോഴാണ് അവിടെ ചേഞ്ച് ഉണ്ടാകുന്നത്, മാറ്റം ഉണ്ടാകുന്നത് എന്നാണ് ഈ കോൺഫ്ലിക്റ്റ് തിയറിയിൽ പറയുന്നത്. ഈ കോൺഫ്ലിക്റ്റ് തിയറിയുടെ ഒരു ആശയം എന്ന് പറയുന്നത് കാൾ മാർക്സിൻ്റെ തിയറിയിലൂടെയാണ് വരുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ തിയറി പ്രകാരം ഒരു സൊസൈറ്റി എന്ന് പറയുന്നത്, സൊസൈറ്റിയുടെ ചരിത്രം എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ്സ് എ ഹിസ്റ്ററി ഓഫ് ക്ലാസ് സ്ട്രഗിൾ ആണ്. വംശങ്ങൾ തമ്മിൽ, ക്ലാസ്സുകൾ തമ്മിലുള്ള സ്ട്രഗിൾ, പോരാട്ടങ്ങൾ, ക്ലാസ് പോരാട്ടങ്ങളുടെ ചരിത്രമാണ് സൊസൈറ്റി എന്ന് പറഞ്ഞാണ് കാൾ മാർക്സ്. അപ്പോൾ കോൺഫ്ലിക്റ്റ് തിയറിയുടെ ഒരു ബേസ് എന്ന് പറയുന്നത് കാൾ മാർക്സിലൂടെയാണ് ഡെവലപ്പ് ചെയ്തത്. പിന്നെ മാക്സ് വെബർ, റൈറ്റ് മിൽസ് തുടങ്ങിയവരൊക്കെ മാർക്സിൻ്റെ ഐഡിയാസ് വലുതാക്കി കൊണ്ടുവന്നു പുതിയ ആശയങ്ങൾ ഉണ്ടാക്കി വന്നത്. അപ്പോൾ കോൺഫ്ലിക്റ്റ് തിയറിയിൽ പറയുന്നത് തർക്കങ്ങളിലൂടെയാണ് മാറ്റങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ്. ദെൻ ഇനി മറ്റൊരു തിയറി എന്നല്ല, ഒരു ഇൻവോൾവ്മെൻറ്റ് മാർക്സിസ്റ്റ് ഇൻ്റർപ്രിട്ടേഷനാണ് സോഷ്യൽ ചേഞ്ചസിൽ, ഒരു സാമൂഹിക മാറ്റത്തിൽ മാർക്സ് എന്ന് പറയുന്ന വ്യക്തിയുടെയും അതിനുശേഷം വന്നവരുണ്ടാക്കിയിട്ടുള്ള ഒരു മാർക്സിസ്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ. അത് പ്രകാരം പറയുന്നത് മാർക്സിൻ്റെ ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റുമായി ബന്ധപ്പെട്ട് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം, ഹെഗലിൻ്റെ ഡയലക്റ്റിക്കൽ മെറ്റീരിയലിസം, നേരത്തെ പറഞ്ഞ ക്ലാസ് സ്ട്രഗിൾ, ഹിസ്റ്ററി ഓഫ് ക്ലാസ് സ്ട്രഗിൾ, ഇതിനൊക്കെ ബേസ് ചെയ്തുകൊണ്ട് അദ്ദേഹം പറയുകയാണ് മാർക്സും എംഗൽസും ഉണ്ടാക്കിയെടുത്ത തിയറി എന്ന് പറയുന്നത് സൊസൈറ്റി എന്ന് പറയുന്നത് ഒരുപാട് സോഷ്യോ എക്കണോമിക് സിസ്റ്റത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. സൊസൈറ്റി pass through various socio-economic systems such as slavery, feudalism, capitalism and communism, and each stage develops due to conflict with the previous one. അപ്പോൾ എന്താണ് മാർക്സും എംഗൽസും ഒക്കെ ഉണ്ടാക്കിയ തിയറി എന്ന് പറയുന്നത്? ഓരോ സൊസൈറ്റിയും കടന്നു പോയിട്ടുള്ളത് വിവിധങ്ങളായിട്ടുള്ള സാമൂഹിക സാമ്പത്തിക മാറ്റങ്ങളിലൂടെയാണ്. ഏതൊക്കെയാണ് ആ വിവിധങ്ങളായിട്ടുള്ള സാമൂഹിക സാമ്പത്തിക മാറ്റങ്ങൾ? സ്ലേവറി, ഫ്യൂഡലിസം, ക്യാപിറ്റലിസം ആൻഡ് കമ്മ്യൂണിസം. അപ്പോൾ സ്ലേവറി ഉണ്ടായിരുന്നു, അതിനെ എതിർത്തുകൊണ്ട് ഫ്യൂഡലിസം വന്നു, ഫ്യൂഡലിസത്തിനെ എതിർത്തുകൊണ്ട് ക്യാപിറ്റലിസം വന്നു, അതിനെ എതിർത്തുകൊണ്ട് കമ്മ്യൂണിസം വന്നു. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു പ്രോസസ്സിലൂടെയാണ്, ഈ സോഷ്യോ എക്കണോമിക് സിസ്റ്റത്തിൻ്റെ ഈ ഒരു പ്രോസസ്സിലൂടെയാണ് സാമൂഹിക മാറ്റം വന്നിട്ടുള്ളത്. അത് ഓരോ സാമൂഹിക മാറ്റം വന്നിട്ടുള്ളത് മുൻപുണ്ടായതിനെ എതിർത്തുകൊണ്ടാണ് ഓരോ മാറ്റവും വന്നിട്ടുള്ളത്. അപ്പോൾ സ്ലേവറിനെ എതിർത്തുകൊണ്ട് ഫ്യൂഡലിസം, ക്യാപിറ്റലിസത്തിനെ എതിർത്തുകൊണ്ട് കമ്മ്യൂണിസം വന്നു. അങ്ങനെ തൊട്ട് മുന്നിലായിട്ടുണ്ടായിരുന്ന ഒരു സംഭവത്തിനെ എതിർത്തുകൊണ്ടാണ് മറ്റൊരു തിയറി അല്ലെങ്കിൽ മറ്റൊരു ആശയം രൂപപ്പെട്ടു വന്നിട്ടുള്ളത് എന്നാണ് എംഗൽസിൻ്റെയും മാർക്സിൻ്റെയും ഒക്കെ ഐഡിയാസ് എന്ന് പറയുന്നത്. ഇതിൻ്റെ ബേസിസിൽ എഴുതപ്പെട്ടുള്ള പുസ്തകമാണ് മാർക്സിൻ്റെയും എംഗൽസിൻ്റെയും കമ്മ്യൂണിസ്റ്റ് മാനിഫെസ്റ്റോ എന്ന് പറയുന്ന പുസ്തകം. അപ്പോൾ അതാണ് മാർക്സിസ്റ്റ് ഇൻ്റർപ്രിട്ടേഷൻ. ദെൻ മറ്റൊരു തിയറിയാണ് ടെക്നോളജിക്കൽ തിയറി എന്ന് പറയുന്നത്. ടെക്നോളജിക്കൽ തിയറിയിൽ പറയുന്നത് നോളജ് എന്ന് പറയുന്നത് എന്താ പറയുക, ടെക്നോളജിയുടെ ബേസിസിൽ നിന്നുകൊണ്ട് മാറ്റങ്ങൾ ഉണ്ടായി വരികയാണ്. ടെക്നോളജി ഡെവലപ്പ് ചെയ്യുന്നതിനനുസരിച്ച് വന്നിട്ടുള്ള മാറ്റങ്ങളെയാണ് ടെക്നോളജിക്കൽ തിയറിയിൽ പറയുന്നത്. ഇതിലും മാർക്സിസ്റ്റ് തിയറീസും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. വിവിധങ്ങളായിട്ടുള്ള മോഡ് ഓഫ് പ്രൊഡക്ഷൻ, വിവിധങ്ങളായിട്ടുള്ള ഉൽപ്പാദന രീതികളൊക്കെ ഈ ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വരുന്നുണ്ട്. ദെൻ മറ്റൊരു തിയറിയാണ് മൾട്ടിപ്പിൾ കോസേഷൻ തിയറി എന്ന് പറയുന്നത്. എന്താണ് മൾട്ടിപ്പിൾ കോസേഷൻ തിയറി എന്ന് പറയുന്നത്? മൾട്ടിപ്പിൾ കോസേഷൻ തിയറി പ്രകാരം സമൂഹത്തിലെ മാറ്റം എന്ന് പറയുന്നത് ഒരു പ്രത്യേക കാരണം കൊണ്ട് മാത്രം ഉണ്ടാവുന്നതല്ല, ഒന്നിൽ കൂടുതൽ കാരണങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് സോഷ്യൽ ചേഞ്ച്, സാമൂഹിക മാറ്റം ഉണ്ടാവുന്നത്. ദ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ ചേഞ്ച് ഈസ് കോംപ്ലക്സ് ആൻഡ് ലൈക്ലി ഡ്യൂ ടു മൾട്ടിപ്പിൾ കോസസ് റിലേറ്റഡ് ടു പൊളിറ്റിക്കൽ, ഇക്കണോമിക്, സോഷ്യൽ, കൾച്ചറൽ ആൻഡ് എൻവയോൺമെൻറ്റൽ ഈവൻറ്റ്സ്. അതായത് ഒരു വ്യക്തിനെയോ ഒരു സമൂഹത്തിനെയോ ബന്ധപ്പെടുന്ന രീതിയിലുള്ള രാഷ്ട്രീയപരമായിട്ടുള്ള, സാമ്പത്തികപരമായിട്ടുള്ള, സാമൂഹ്യപരമായിട്ടുള്ള ഒരുപാട് കാരണങ്ങൾ ഒരുമിച്ച് ചേർന്നുകൊണ്ടാണ് മാറ്റങ്ങൾ സംഭവിക്കുന്നത് എന്നാണ് പറയുന്നത്. കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് ഫാക്ടേഴ്സ് ലീഡ് ടു സോഷ്യൽ ചേഞ്ച്. ഒരുപാട് ഘടകങ്ങളുടെ കൂടിച്ചേരലുകൾ വഴിയാണ് സാമൂഹിക മാറ്റം ഉണ്ടാകുന്നത്. അതാണ് മൾട്ടിപ്പിൾ കോസേഷൻ തിയറി പറയുന്നത്. മാക്സ് വെബറൊക്കെ ഈ ഒരു തിയറീനെ എന്താ പറയുക മുന്നോട്ട് നയിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള വ്യക്തികളാണ്. ദെൻ മറ്റൊരു തിയറിയാണ് വേൾഡ് സിസ്റ്റം തിയറി. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറിയാണ് വേൾഡ് സിസ്റ്റം തിയറി എന്ന് പറയുന്നത്. വേൾഡ് സിസ്റ്റം തിയറി പ്രകാരം
ഒരു സൊസൈറ്റിയുടെ മാറ്റം എന്ന് പറയുന്നത് ഗ്ലോബൽ എക്കണോമിക് സിസ്റ്റം ആൻഡ് ഇറ്റ്സ് ഇമ്പാക്റ്റ് ഓൺ സോഷ്യൽ റിലേഷൻസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ചേഞ്ച്. ഗ്ലോബൽ ലോകത്ത് തന്നെ ഉണ്ടാവുന്ന സാമ്പത്തിക വ്യവസ്ഥിതിയും അതുണ്ടാക്കുന്ന സാമൂഹിക മാറ്റങ്ങളും ചരിത്രപരമായ മാറ്റങ്ങളും സോഷ്യൽ ചേഞ്ചിന്, സാമൂഹിക മാറ്റത്തിന് കാരണമാവുന്നു എന്നാണ് പറയുന്നത്. ഈ വേൾഡ് സിസ്റ്റം തിയറി പ്രകാരം സമൂഹത്തിന് അല്ലെങ്കിൽ ഗ്ലോബൽ സൊസൈറ്റീനെ, ലോകത്തിനെ തന്നെ 3ആയിട്ട് തരംതിരിക്കുകയാണ്. ഇറ്റ് ഡിവൈഡ്സ് ദ വേൾഡ് ഇൻ ടു 3, 3ആയിട്ട് തരംതിരിക്കുകയാണ്. കോർ കൺട്രീസ്, സെമി പെറിഫറി കൺട്രീസ് ആൻഡ് പെറിഫറി കൺട്രീസ്. ഏതൊക്കെയാണ് വേൾഡ് സിസ്റ്റം തിയറി പ്രകാരമുള്ള 3 പ്രധാനപ്പെട്ട തരംതിരിവുകൾ? ഡിവൈഡഡ് ദ വേൾഡ് ഇൻ ടു കോർ കൺട്രീസ്, സെമി പെറിഫറി കൺട്രീസ് ആൻഡ് പെറിഫറി കൺട്രീസ് എന്നിങ്ങനെ തരംതിരിക്കുന്നു. ഇതിൽ കോർ കൺട്രീസ് എന്ന് പറയുന്നത്, കോർ കൺട്രീസിൽ പെടുന്ന വിഭാഗക്കാർ എന്താ ചെയ്യുന്നത്? ദേ ഫോക്കസ് മെയിൻലി ഓൺ ഹൈ സ്കിൽഡ് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പ്രൊഡക്ഷൻ ഒരു മേഖലയിലാണ് കൂടുതലായി ശ്രദ്ധിക്കുന്നത്. അതായത് കൂടുതൽ ടെക്നോളജിക്കൽ അഡ്വാൻസ്മെൻറ്റ് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ സ്വത്ത് ക്യാപിറ്റൽ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് ഈ ഒരു ക്യാപിറ്റലിസത്തിൻ്റെ റൂട്ടിലൂടെ പോകുന്ന ഒരു സിസ്റ്റമാണ് ഈ കോർ കൺട്രീസിൽ അധികം ഉണ്ടായിരിക്കുക. അതായത് വളരെ സ്കിൽഡ് ആയിട്ടുള്ള ഒരു സൊസൈറ്റി ആയിരിക്കും കോർ കൺട്രീസിൽ വരുന്നത്. പെറിഫറി ആൻഡ് സെമി പെറിഫറി കൺട്രീസ് എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടെ ലോ സ്കിൽഡ് ആയിട്ടുള്ള ലേബർ ഇൻറ്റൻസീവ് പ്രൊഡക്ഷൻ, അതായത് തൊഴിലാളികളെ കൂടുതൽ ആശ്രയിക്കുന്ന സ്കില്ലിൽ കോർ കൺട്രീസിൻ്റെ താഴെ നിൽക്കുന്നവരാണ് പെറിഫറി ആൻഡ് സെമി പെറിഫറി കൺട്രീസ് എന്ന് പറയുന്നത്. ഇത്തരത്തിലുള്ളൊരു ഡിവിഷനാണ് വേൾഡ് സിസ്റ്റം തിയറിയിൽ ഉണ്ടാകുന്നത്. ഈ തിയറി ഡെവലപ്പ് ചെയ്ത് വന്ന സോഷ്യോളജിസ്റ്റാണ് ഇമാനുവൽ വോളർസ്റ്റീൻ എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിലൂടെയാണ് ഈ ഒരു സിസ്റ്റം ഡെവലപ്പ് ചെയ്ത് ഈ ഒരു തിയറിനെ കുറിച്ച് തിയറി ഉണ്ടാക്കിയെടുക്കുന്ന ഇമാനുവൽ വോളർസ്റ്റീൻ ആണ്. ഫസ്റ്റ് വേൾഡ് വാറിന് ശേഷം, 1ാം ലോക യുദ്ധത്തിന് ശേഷമാണ് അദ്ദേഹം ഇങ്ങനൊരു തിയറി ഡെവലപ്പ് ചെയ്ത് വരുന്നത്. അപ്പോൾ വേൾഡ് സിസ്റ്റം തിയറി പ്രകാരം ദ വേൾഡ് ഡിവൈഡഡ് ഇൻ ടു 3 കോർ, പെറിഫറി, കോർ, സെമി പെറിഫറി ആൻഡ് പെറിഫറി. അതിൽ കോർ എന്ന് പറയുന്നത് എന്താണ്? ഹൈ സ്കിൽഡ് ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള ക്യാപിറ്റൽ എന്താ പറയുക, കോർ കൺട്രീസിനെ കുറിച്ച് പറയുമ്പോൾ കൂടുതൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് പ്രൊഡക്ഷൻ മേഖലയിൽ വരുന്ന ഒന്നാണ്. അതേസമയം പെറിഫറി ആൻഡ് സെമി പെറിഫറി കൺട്രീസ് എന്ന് പറയുമ്പോൾ ലോ സ്കിൽഡ് ആണ്, ലേബർ ഇൻറ്റൻസീവ് പ്രൊഡക്ഷനിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നവരാണ്. അപ്പോൾ അതാണ് വേൾഡ് സിസ്റ്റം തിയറിയിൽ പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള തിയറീസാണ് പറഞ്ഞത്. ഏതൊക്കെ തിയറീസാണ് പറഞ്ഞത്? ഇവല്യൂഷണറി തിയറി പറഞ്ഞു, ദെൻ സൈക്ലിക്കൽ തിയറി പറഞ്ഞു, ഫങ്ഷണലിസ്റ്റ് തിയറി പറഞ്ഞു, കോൺഫ്ലിക്റ്റ് തിയറി പറഞ്ഞു, ടെക്നോളജിക്കൽ തിയറി പറഞ്ഞു, മൾട്ടിപ്പിൾ കോസേഷൻ തിയറി പറഞ്ഞു, വേൾഡ് സിസ്റ്റം തിയറി പറഞ്ഞു, ദെൻ മാർക്സിയൻ ഇൻ്റർപ്രിട്ടേഷൻ എങ്ങനെയാണ് സോഷ്യൽ ചേഞ്ചിൽ വന്നതെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഈ ഒരു യൂണിറ്റിൽ, സൊസൈറ്റീസ് ആൻഡ് സോഷ്യൽ ചേഞ്ച് എന്ന് പറയുന്ന യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു.